ഞാൻ ഇന്നലെ രാത്രി 9:30 മണിക്കാണ് കേന്ദ്രമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് സമയം ലഭിച്ചത്. കാരണം 4 മണിക്കായിരുന്നു അപ്പോയിൻമെൻ്റ് എങ്കിലും ഇന്നലത്തെ ഡൽഹിയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ 9:30 മണിക്കാണ് അദ്ദേഹം പ്രത്യേകം ടൈം തന്നു. അദ്ദേഹമായിട്ട് ഏതാണ്ട് 3/4 മണിക്കൂറോളം നടത്തിയ ചർച്ച വളരെ ഫലപ്രദമായിരുന്നു. ഇപ്പോൾ എടുത്ത ചില തീരുമാനങ്ങളെന്ന് പറയുന്നത്, ഇപ്പോൾ തിരുവനന്തപുരത്തെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് കെ കരുണാകരൻ സ്മാരക ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു പോളിസി അനുസരിച്ച് ഒരു ജില്ലയിൽ ഒന്നിൽ കൂടുതൽ മെഡിക്കൽ കോളേജിന് അനുമതി നൽകാറില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം പരിഗണിച്ച്, അതായത് ഇത് 2015 അംഗീകാരം കിട്ടിയ കോളേജാണ്. അന്ന് 100 സീറ്റ് അനുവദിച്ചിരുന്നു. കെട്ടിടം പണി ഒക്കെ പൂർത്തിയായതാണ്. മെഡിക്കൽ കൗൺസിൽ പരിശോധിച്ച് 100 സീറ്റ് സാങ്ഷൻ ചെയ്തതാണ്. പിന്നീട് വന്ന സർക്കാരാണ് അത് ഏകപക്ഷീയമായിട്ട് അടച്ചുപൂട്ടിയത്. ആ സാഹചര്യത്തിൽ ഇതൊരു സ്പെഷ്യൽ കേസായി പരിഗണിക്കാമെന്നും അടുത്ത ഫെബ്രുവരിയിൽ, കാരണം സാധാരണ മെഡിക്കൽ കോളേജിലേക്ക് അപേക്ഷ കൊടുക്കേണ്ട പോർട്ടൽ ഓപ്പൺ ചെയ്യുന്ന ഫെബ്രുവരിയിലാണ്, മാർച്ചിൽ ക്ലോസ് ചെയ്യും. ഇത്തവണ അതുകൊണ്ട് അടുത്ത ഫെബ്രുവരിയിൽ 2027 ഫെബ്രുവരിയിൽ പോർട്ടൽ ഓപ്പൺ ചെയ്യുമ്പോൾ അപേക്ഷ കൊടുത്താൽ തീർച്ചയായിട്ടും സാങ്ഷൻ തരാം എന്ന് തന്നെ മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. എയിംസിൻ്റെ കാര്യത്തിൽ തരാം എന്നുള്ള ഒരു ഉറപ്പ് മന്ത്രിയിൽ നിന്ന് ലഭിച്ചു. കേരളത്തിലെ എല്ലാ എംപിമാരും എയിംസിൻ്റെ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൊടുത്ത ഡോക്യുമെൻസും അതും വളരെയധികം, കാരണം ഇന്ന സ്ഥലം വേണമെന്ന് ഞങ്ങൾ സ്ട്രെസ് ചെയ്യുന്നില്ല. 200 ഏക്കർ വീതമുള്ള സ്ഥലങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. പക്ഷെ അതിലൊരു പ്രശ്നം തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചുള്ളത്, ഇവിടെ നമ്മൾ ഓപ്പൺ ജയിലാണ് കൊടുത്തിരുന്നെങ്കിലും സുപ്രീം കോടതി വിധി അനുസരിച്ച് അത് ബ്രഹ്മോസിന് കൈമാറേണ്ടതുണ്ട്, ബ്രഹ്മോസിൻ്റെ വികസനത്തിന്. അപ്പോൾ പിന്നെ ആകെ 50 ഏക്കറേ ഉണ്ടാവുള്ളൂ. അത് സഫീഷ്യൻ്റ് അല്ല. കാരണം 200 ഏക്കറെങ്കിലും ഒരു ഫുൾ ഡെവലപ്മെൻറ്റ് ആവശ്യമാണ്. അതെ ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരത്തും കാട്ടാക്കട കൊടുത്തിട്ടുണ്ടെങ്കിലും, അപ്പോൾ ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് ട്രിവാൻഡ്രം, അതുപോലെ തന്നെ ചാലക്കുടി. അല്ല, സൈബർ ആക്രമണമൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നത് മനുഷ്യന്? അത് ഒന്നാമത് ഒരു ചീപ്പായിട്ടുള്ള കളി നേതാക്കന്മാർ തന്നെ ചെയ്യല്ലേ. ഞാൻ മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ചതിനെ കുറിച്ച് പോലും വൃത്തികെട്ട കമൻറ്റുകൾ പറയുന്നത്. ഇങ്ങനെയൊക്കെയാണോ രാഷ്ട്രീയത്തിൽ ചെയ്യേണ്ടത്? ഒരു പൊതുപ്രവർത്തകരാകുമ്പോൾ അല്പം ചില മര്യാദയൊക്കെ വേണ്ടേ? കഴിച്ച ഭക്ഷണത്തിൻ്റെ കണക്ക് പറയലാണോ? ഒരു സുഹൃത്തിൻ്റെ വീട്ടിലധികം ഭക്ഷണം കഴിച്ചു, അത് 3 മണിക്ക്. അതിനെയാണ് ഇത്ര വലിയ കാര്യമായിട്ട് പറയുന്നത്. മറ്റേ പ്രളയം ഉണ്ടായപ്പോൾ പിണറായി വിജയൻ ഉപവാസം ഇരുന്നിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ മാതിരി വിമർശനങ്ങൾ ഒട്ടും ശരിയല്ല. അത്രയും ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. ഇത് അറിഞ്ഞ സമയം മുതൽ സർക്കാർ ജാഗ്രത